റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. 15 മാസത്തോളമായി തുടരുന്ന ഗാസയിലെ ആക്രമണത്തിന് വിരാമം കുറിക്കുന്ന വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകി ഇസ്രായേൽ ക്യാബിനറ്റ്. 6 മണിക്കൂറിലേറെ നീണ്ട ക്യാബിനറ്റ് യോഗത്തിന് ശേഷമാണ് വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ബന്ദികളുടെ മടങ്ങിവരവിനുള്ള ചട്ടക്കൂട് സർക്കാർ അംഗീകരിച്ചു. ചുരുങ്ങിയ വാക്കുകളിലുള്ള പ്രസ്താവനയിലാണ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത്. നെതന്യാഹു നയിക്കുന്ന സഖ്യകക്ഷി മന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗത്തിൽ 24 മന്ത്രിമാർ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകുന്നതിന് അനുകൂലമായി നിലപാടെടുത്തപ്പോൾ 8 മന്ത്രിമാർ കരാറിന് എതിർത്തുവെന്നും റിപ്പോർട്ടുകളുണ്ട്. കരാർ പ്രകാരം ആദ്യത്തെ 6 ആഴ്ചത്തെ വെടിനിർത്തലാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വരിക. ഈ കാലയളവിൽ ഹമാസ് ഗാസയിൽ ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രായേൽ പൌരന്മാരെ വിട്ടയക്കും. ഇതിന് പകരമായി ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ ഭരണകൂടവും വിട്ടയക്കും. വെടിനിർത്തൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ വെടിനിർത്തലിന് പിന്നാലെയുള്ള സാഹചര്യം നേരിടാൻ ഭരണകൂടം പൂർണ്ണ സജ്ജമാണ് എന്ന് പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു. അൽ ഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിൽ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും പങ്കാളി ബുഷ്ര ബീബിക്കും ശിക്ഷ വിധിച്ച് പാകിസ്ഥാൻ കോടതി. ഇമ്രാൻഖാനെ 14 വർഷവും ബീബിക്ക് 7 വർഷവും തടവ് ശിക്ഷയാണ് അഴിമതി വിരുദ്ധ കോടതി വിധിച്ചത്. 200ഓളം കേസുകൾ ചുമത്തപ്പെട്ട് 2023 ഓഗസ്റ്റ് മുതൽ ഇമ്രാൻഖാൻ കസ്റ്റഡിയിലാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തുകയോ ആശ്വാസം തേടുകയോ ചെയ്യില്ല എന്ന ശിക്ഷാവിധിക്ക് ശേഷം കോടതിക്കുള്ളിൽ നിന്ന് ഇമ്രാൻഖാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും അധികാരത്തിലേക്ക് തിരികെത്താതിരിക്കാനുള്ള നീക്കമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇമ്രാൻഖാനെ നിശബ്ദനാക്കാനുള്ള സമ്മർദ്ദമാണ് ശിക്ഷാവിധിയെന്ന് ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻ ഇൻസാഫ് PTI പ്രവർത്തകർ പറഞ്ഞു. അടുത്തിടെ ജാമ്യത്തിലിറങ്ങിയ ബുഷ്ര ബീബിക്ക് വിധിക്ക് പിന്നാലെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2023 ഡിസംബറിലാണ് ഇമ്രാൻഖാനും ബുഷ്രയും ഉൾപ്പെടെ 8 പേർക്കെതിരെ ദേശീയ അക്കൌണ്ടബിലിറ്റി ബ്യൂറോ 1554 രൂപയുടെ അഴിമതി കേസിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. റിയൽ എസ്റ്റേറ്റ് വ്യവസായമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായി UK നാഷണൽ ക്രൈം ഏജൻസി പാകിസ്ഥാനിലേക്ക് തിരിച്ചയച്ച 1554 കോടി രൂപ ദുരുപയോഗം ചെയ്തു എന്നതാണ് കേസ്. നാട്ടിലെ വിശേഷങ്ങൾ. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന 16 ഇന്ത്യക്കാരെക്കുറിച്ച് വിവരമില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇവരെ കണ്ടെത്താൻ ശ്രമങ്ങൾ നടന്നുവരികയാണ്. ഇതുവരെ റഷ്യൻ സേനയിൽ ചേർന്ന 12 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത്. 18 ഇന്ത്യക്കാർ ഇപ്പോഴും റഷ്യൻ പട്ടാളത്തിൽ തുടരുന്നുണ്ടെന്നാണ് വിവരം. 126 പേരാണ് ഇന്ത്യയിൽ നിന്ന് റഷ്യൻ ആർമിയിൽ ചേർന്നത്. ഇതിൽ 96 പേർ തിരിച്ചെത്തി. അതേസമയം കൂലിപ്പട്ടാളത്തിലുണ്ടായിരുന്ന കൊല്ലപ്പെട്ട ബിനിലും മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രി കഴകം TVK ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. വരാനിരിക്കുന്ന ഈറോഡ് ഈസ്റ്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർത്തില്ല എന്ന് TVK പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയെ പിന്തുണയ്ക്കില്ല എന്നും TVK വ്യക്തമാക്കി. ഭരണകക്ഷിയായ DMK തെരഞ്ഞെടുപ്പ് പ്രക്രിയ ദുരുപയോഗം ചെയ്തുവെന്ന് ആരോപിച്ച് AIADMKയും NDAയും നേരത്തെ ഉപതെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് TVKയും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് TVKയുടെ ലക്ഷ്യമെന്ന് അധ്യക്ഷൻ വിജയ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് മറ്റൊരു തെരഞ്ഞെടുപ്പിലും TVK മത്സരിക്കില്ല എന്നും വിജയുടെ പാർട്ടി വൃത്തങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. AI നിർമ്മിത ഉള്ളടക്കത്തിന്റെ ഉപയോഗത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാഴാഴ്ചയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കായിട്ടുള്ള നിർദ്ദേശം പുറത്തിറക്കിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗവും അത് വോട്ടർമാരെ അഭിപ്രായത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സൃഷ്ടിച്ചതോ കാര്യമായ മാറ്റം വരുത്തിയതോ ആയ ചിത്രങ്ങൾ, വീഡിയോകൾ, ശബ്ദം ഉൾപ്പെടെയുള്ളവയിൽ AI ജനറേറ്റഡ് ഡിജിറ്റലി എൻഹാൻസ്ഡ് സിന്തറ്റിക് ഉള്ളടക്കം പോലുള്ള ലേബലുകൾ വ്യക്തമാക്കി പ്രദർശിപ്പിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടികളോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഉത്തരവാദിത്വപൂർണ്ണവും ധാർമ്മികവുമായ ഉപയോഗത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളും കമ്മീഷൻ പുറപ്പെടുവിച്ചിരുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ച് സൂചന നൽകിയും കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം ലഭിക്കാത്തത് പരാമർശിച്ചും ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗം നടന്നു. ആരിഫ് മുഹമ്മദ് ഖാന് പകരം ഗവർണറായി ചുമതലയേറ്റെടുത്ത അർലേക്കറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമാണിത്. നവകേരള സൃഷ്ടിക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഉയർന്ന നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അറിവടിസ്ഥാനമാക്കിയ സമ്പദ് വ്യവസ്ഥ, നിലവാരമുള്ള വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ ഊന്നിക്കൊണ്ടായിരിക്കും ഇത്. എല്ലാവർക്കും പാർപ്പിടം ഉറപ്പാക്കുമെന്നും അതിദാരിദ്ര്യം ഇല്ലാതാക്കുമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തിന്റെ പക്കൽ വിഭവങ്ങൾ പരിമിതമാണെങ്കിലും അവ ഉപയോഗിച്ച് സാധ്യമാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും തന്റെ പ്രഥമ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അർലേക്കർ പറഞ്ഞു. കായിക വിശേഷങ്ങൾ. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഒക്ടോബർ 25 കേരളത്തിലെത്തും. 7 ദിവസം മെസ്സി കേരളത്തിലുണ്ടാകുമെന്ന് സംസ്ഥാന കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ കോഴിക്കോട്ട് നടന്ന ഒരു പരിപാടിയിൽ പറഞ്ഞു. നവംബർ 2 വരെയാണ് മെസ്സി കേരളത്തിൽ തുടരുക. നേരത്തെ തീരുമാനിക്കപ്പെട്ട സൗഹൃദ മത്സരത്തിന് പുറമെ മെസ്സി പൊതുപരിപാടിയിലും പങ്കെടുക്കും. 20 മിനിറ്റാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവ് സംബന്ധിച്ച് മറ്റു വിവരങ്ങൾ മന്ത്രി വ്യക്തമാക്കിയിട്ടില്ല. ഖത്തർ ലോകകപ്പിന് കിരീടമുയർത്തിയ അർജന്റീന ഇന്ത്യയിൽ സൗഹൃദ മത്സരം കളിക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനെ അറിയിച്ചിരുന്നു. മത്സരത്തിനുള്ള ചെലവ് താങ്ങാൻ കഴിയില്ലെന്ന കാരണത്താൽ അസോസിയേഷൻ ഈ ക്ഷണം നിരാകരിച്ചു. ഇതറിഞ്ഞ കേരള കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ സമീപിക്കുകയായിരുന്നു. 2022 ലോകകപ്പ് നേട്ടത്തിന് ശേഷം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തെ പരാമർശിച്ച് ആരാധകർക്ക് നന്ദി അറിയിച്ചിരുന്നു.
അടുത്ത മാസം നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ മലയാളി താരം സഞ്ജു സാംസണ് ഇടം കിട്ടിയില്ല. ഏറ്റവും പ്രധാന മാറ്റം ശുഭ്മാൻ ഗില്ലിന്റെ ഉപനായകനായുള്ള പ്രൊമോഷനാണ്. നേരത്തെ രോഹിത്തിന്റെ അഭാവത്തിൽ ടീമിനെ നയിച്ച ഹാർദിക് പാണ്ഡ്യ ടീമിലുണ്ടായിട്ടും ഗില്ലിനാണ് ചുമതല നൽകിയിരിക്കുന്നത്. ശ്രീലങ്കൻ പര്യടനത്തിൽ ടീമിനെ നയിച്ചത് ഗില്ലായിരുന്നു. ആ പരമ്പരയിലെ ക്യാപ്റ്റൻസി കൂടി വിലയിരുത്തിയാണ് തീരുമാനമെന്ന് അഗാർക്കർ വ്യക്തമാക്കി. സഞ്ജുവിന് പകരം രണ്ടാം വിക്കറ്റ് കീപ്പർ എന്ന നിലയിലാണ് KL രാഹുൽ 11-ൽ ഇടം പിടിച്ചത്. പരിക്കിനെ തുടർന്ന് ഏറെക്കാലമായി ടീമിന് പുറത്തായിരുന്ന ഷമി തിരിച്ചെത്തി. ബുംറ പരിക്കിൽ നിന്ന് പൂർണ്ണമായി ഭേദമാകാത്തതിനാൽ ഹർഷിത് റാണയെ പകരക്കാരനായും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് ഐനാടൻ.